നമസ്കാരം. ഒരു പുതിയ യാത്രയുടെ വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ യാത്ര ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്ന് പറയപ്പെടുന്ന എഞ്ചിനീയറിംഗ് ലോകത്ത് ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നായ പനാമ കനാലിലൂടെയുള്ള ഒരു യാത്രയാണ്. സാധാരണ യാത്രകളെല്ലാം പനാമയിൽ പോയിട്ട് ഈ കനാല് കാണും, അല്ലെങ്കിൽ പകുതി വഴി ഈ കനാലിലൂടെ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ യാത്ര പനാമ കനാലിലൂടെ പസഫിക് ഓഷനിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് ഈ കനാല് വഴിയുള്ള ഒരു യാത്രയാണ്, ഒരു ക്രൂയിസാണ്. ഈ യാത്ര നമ്മൾ ഇന്ത്യയിൽ നിന്ന് USA വരും, USA നിന്ന് മെക്സിക്കോ, മെക്സിക്കോയിൽ നിന്ന് ഗോട്ടിമാല, ഗോട്ടിമാലയിൽ നിന്ന് കോസ്റ്ററിക്ക, കോസ്റ്ററിക്കയിൽ നിന്ന് പനാമ, പനാമയിൽ നിന്ന് കൊളംബിയ, കൊളംബിയയിൽ നിന്ന് അഗൈൻ USA, അവിടെ നിന്ന് ക്യൂബ. 7 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര 19 രാത്രികളും 20 പകലും നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ യാത്ര. പനാമ എന്ന് പറയുന്ന സ്ഥലം അറ്റ്ലാന്റിക് ഓഷന്റെയും പസഫിക് ഓഷന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അത് സമുദ്രനിരപ്പിൽ നിന്ന് 85 അടി ഹൈറ്റിലാണ്. അപ്പോൾ നമ്മളുടെ ഗോൾഡ് റഷിന്റെ കാലത്ത് 1800കളിൽ കാലിഫോർണിയയിൽ സ്വർണം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ സ്വർണം കൊണ്ടുവരാൻ 18,000 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വരണമായിരുന്നു. അത് ഒരുപാട് സീ പൈററ്റ്സ് ഉണ്ടായിരുന്നു. ഡ്രേക്ക് പാസേജിലൂടെ കടന്നു പോകുമ്പോൾ കപ്പലുകൾ തകരുമായിരുന്നു. പുറപ്പെട്ട കപ്പലുകളിൽ പകുതി പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പാസേജിനെ കുറിച്ച് ഇവർ ആലോചിച്ചത്. അങ്ങനെയുള്ള ആലോചനയുടെ ഫലമായിട്ട് അവരൊരു കനാല് ഇവിടെ ഉണ്ടെങ്കിൽ ഈ 18,000 കിലോമീറ്റർ യാത്രയെ ഒരുപാട് ധനനഷ്ടവും ജീവനഷ്ടവും ഒക്കെ ഒഴിവാക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പനാമ കനാലിനെ കുറിച്ച് ആലോചിക്കുന്നത്. പനാമ കനാലിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ 85 അടി ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. അതും ചതുപ്പ് നിലമാണ്. മാത്രമല്ല കടലുകൾ രണ്ടും 85 അടി താഴെയാണ്. അപ്പോൾ ഈ കപ്പലിനെ 85 അടി ഉയരത്തിൽ കൊണ്ടുവന്ന് വീണ്ടും 85 അടി താഴ്ചയിലേക്ക് ഇറക്കണം. പസഫിക് ഓഷനിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷനിലേക്കുള്ള ഈ കനാലിൻ്റെ രൂപകൽപ്പന നടത്തിയപ്പോൾ ഫ്രഞ്ച് എഞ്ചിനീയേഴ്സൊക്കെ വന്ന് ട്രൈ ചെയ്തു. അവരൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം അമേരിക്കൻ കമ്പനികൾ ഇത് ഏറ്റെടുത്തിട്ട് അവരാണ് 1914 ഇത് പൂർത്തിയാക്കുന്നത്, ഈ കനാല് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ കനാലിലൂടെ കപ്പലിനെ കൊണ്ടുവരും. കപ്പലിനെ ഒരു ഫസ്റ്റ് ലോക്കിലേക്ക് കയറ്റിയിട്ട് വെള്ളം നിറച്ചിട്ട് കപ്പലിനെ പൊക്കും. എന്നിട്ട് അടുത്ത ലോക്കിലേക്ക് കയറ്റും. അവിടുന്ന് വെള്ളം നിറച്ച് വീണ്ടും പൊക്കി 3ാമത്തെ ലോക്കിലേക്ക് കൊണ്ടുവരും. അവിടെ ഒരു 445 കിലോമീറ്റർ ഗട്ടൂൺ ലേക്ക് എന്ന് പറഞ്ഞൊരു മാൻമെയ്ഡ് ലേക്ക് ഉണ്ടാക്കി. ആ ലേക്കിലേക്ക് കപ്പലുകളെ കയറ്റിയിട്ട് പിന്നെ ആ ലേക്കിലൂടെ യാത്ര ചെയ്തിട്ട് അടുത്ത 3 ലോക്കുകൾ താഴോട്ട് ഇറക്കുന്നത്. ഇതുപോലെ വെള്ളം നിറച്ച കനാലിലേക്ക് കപ്പലിനെ കയറ്റി താഴ്ത്തി പസഫിക് ഓഷനിലേക്ക് കയറ്റി വിടുന്ന പരിപാടി. 15,000 കിലോമീറ്റർ ചുറ്റിയിട്ട് പോയിരുന്നതാണ് 80 കിലോമീറ്റർ 8 മണിക്കൂർ കൊണ്ട് ക്രോസ് ചെയ്യുന്നത്. ഇത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എഞ്ചിനീയർമാരുടെയും സ്വപ്നമാണ് ഇത് കാണുക എന്നുള്ളത്. കാരണം അവർ പഠിച്ചിട്ടുള്ള, അവർക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് പനാമ കനാൽ. ആ പനാമ കനാലിലേക്ക് ഒരു യാത്ര ബെന്നീസ് റോയൽ ടൂർസ് നടത്തുകയാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നത് ലോസ് ആഞ്ചലസിലേക്കാണ്. അമേരിക്കയിലെ USA ലോസ് ആഞ്ചലസിലേക്ക് പോയിട്ട് കാലിഫോർണിയയിലെ വലിയ പോർട്ടാണ് ലോസ് ആഞ്ചലസിലുള്ളത്. ലോസ് ആഞ്ചലസിൽ നിന്നാണ് നമ്മൾ കപ്പൽ, നോർവീജിയൻ കമ്പനിയുടെ കപ്പലിൽ 5500ഓളം ആളുകൾ യാത്ര ചെയ്യുന്ന വലിയ കപ്പലിൽ നമ്മൾ യാത്ര ആരംഭിക്കും. ഈ യാത്ര നമ്മൾ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് അമേരിക്ക മുകളിലുണ്ട്, താഴെ സൗത്ത് അമേരിക്ക ഉണ്ട്. നോർത്ത് അമേരിക്കയിൽ ഇടതുവശത്തുള്ള ഈ ലോസ് ആഞ്ചലസിൽ നിന്ന് കപ്പലിൽ കയറിയിട്ട് ഈ സൈഡിൽ കൂടെ, ഈ നോർത്ത് അമേരിക്കയുടെ ഈ സൈഡിലൂടെ ട്രാവൽ ചെയ്തിട്ട് മെക്സിക്കോയിലേക്ക് വരും. മെക്സിക്കോയിലെ 2 പോർട്ടുകളിൽ നമ്മൾ അടുക്കുന്നുണ്ട്. ഈ അക്കപ്പുൽക്കോയിലും കോബാസാങ്കോയിലും നമ്മൾ പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യും. അതായത് സ്പീഡ് ബോട്ടുകളിൽ, ഫിഷിംഗ് സ്പീഡ് ബോട്ടുകളിൽ നമ്മൾ കടലിലേക്ക് യാത്ര കയറി പോകും. കടലിൽ പോയിട്ട് ഫിഷിംഗ് എക്സ്പീരിയൻസ് ചെയ്യും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ടൂണ പിടിക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം.
ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്നതാണ് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ഫിഷിംഗ് ബോട്ടുകളിൽ കടലിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. ആ ആഗ്രഹം ഇപ്പൊ സാധിക്കാൻ പോവാണ്. ഈ അക്കപ്പുൽക്കലുണ്ട്, അവിടെ ഒരു വലിയൊരു ക്ലിഫ് ഡൈവേഴ്സ് ഉണ്ട്. ഏകദേശം 80 അടി ഉയരത്തിൽ നിന്ന് ആളുകൾ അവിടെ തൂക്കായ ചെങ്കുത്തായ ക്ലിഫുകളിൽ നിന്ന് ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ആളുകൾ കടലിലേക്ക് എടുത്ത് ചാടുന്ന ഡയറിംഗ് ഡൈവേഴ്സ് എന്നുണ്ട്. മെക്സിക്കോയിലെ ഫിഷിംഗ് എക്സ്പീരിയൻസും നമ്മളുടെ ഡൈവേഴ്സിനെ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ വരുന്നത് ഗ്വാട്ടിമാലയിലേക്കാണ്. ഗ്വാട്ടിമാലയിലെ പോർട്ടിന്റെ പേര് പോർട്ടോ കോണ്ടലിൽ വന്നിട്ട് നമ്മള് സിറ്റി വിസിറ്റും സിറ്റി ടൂറും ഒക്കെ കഴിഞ്ഞു. ഫുഡും സ്പെഷ്യൽ ഫുഡൊക്കെ അതൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ പോകുന്നത് അടുത്ത രാജ്യം കോസ്റ്ററിക്കയാണ്. അവിടെ പോർട്ടോ കൽഡീന എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇറങ്ങണേ. നമുക്കറിയാലോ കോസ്റ്ററിക്ക നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്. അതിനെ പറഞ്ഞത് സ്വിറ്റ്സർലൻഡ് ഓഫ് സെൻട്രൽ അമേരിക്ക. അവിടെ വളരെ സിനിക്കാണ്. അപ്പൊ നമ്മുടെ ഈ പസഫിക് ഓഷ്യനിൽ നിന്ന് വരുന്ന ആ ഒരു വലിയ ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് ഈ സ്ഥലത്തുള്ളത്. അതിന്റെ മുകളിലേക്കുള്ള ഒരു ട്രാം റൈഡാണ്. പിന്നെ അവിടെ ഒരു റിവർ ക്രൂയിസ്, അങ്ങനെ ഒരു ദിവസം മുഴുവനും ആ ഒരു നമ്മളൊരു സ്വിറ്റ്സർലൻഡിൽ ചെലവഴിക്കുന്ന പോലുള്ള ഒരു സിനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ ചെലവഴിക്കുന്നത് അവരുടെ ഫുഡൊക്കെ ആയിട്ട്. ഇപ്പൊ കോസ്റ്ററിക്കയിൽ നിന്ന് പിന്നീട് നമ്മൾ പോകുന്നത് അടുത്ത സ്ഥലം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പനാമ കടലിലേക്ക് പോകുന്നതിന് മുമ്പ് ഷിപ്പിൽ വെച്ച് ഒരു വിശദമായ ഒരു ക്ലാസ്സും വിശദമായ ഒരു ചരിത്രം നമ്മൾ അന്റാർട്ടിക്കലിന്റെ പോലെ ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. പനാമയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ കപ്പലിലേക്ക് അല്ല കയറുന്നത്. പനാമയില് ഈ 1914 പനാമ കനാല് സാധ്യമാകുന്നതിന് മുമ്പ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് 1853 1853 ഈ കനാൽ ഉണ്ടാക്കുന്നതിന്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയിൽ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽ റോഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ആ ട്രെയിൻ എന്ന് പറയുന്നത് 80 കിലോമീറ്റർ 77 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ട്രെയിനാണ്. ഭയങ്കര സിനിക് ബ്യൂട്ടി ഉള്ള വഴികളിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. ആ ട്രെയിൻ അപ്പൊ ആ റെയിൽ റോഡ് ഉണ്ടായതുകൊണ്ടാണ് പനാമ കനാല് സാധ്യമായത്. പക്ഷെ 1853 റെയിൽ റോഡ് തുടങ്ങിയെങ്കിലും ഇത് പനാമ കനാല് യാഥാർത്ഥ്യമാവാൻ 1914 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്തത് പനാമയില് ഒരു 440 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ ഒരു ലേക്ക് ഉണ്ടാക്കി, ഒരു തടാകം ഉണ്ടാക്കി. ആ തടാകത്തിലേക്കാണ് കപ്പലിനെ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന് ഇറക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പനാമയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ റെയിൽ റോഡിലൂടെ ഉള്ള ഈ 77 കിലോമീറ്റർ ഈ സിനിക് വാലിയിലൂടെയുള്ള മൊത്തം ഈ പനാമ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ അതിന്റെ ഏരിയ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ റെയിൽ റോഡിൽ കാണാം. അങ്ങനെ ഈ റെയിൽ റോഡിൽ ഒരു യാത്ര ചെയ്തതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ അടുത്ത ദിവസം ഈ ഷിപ്പിലേക്ക് കയറുന്നത്. ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ 9 മണിക്കൂറോളം നീണ്ട ഒരു യാത്രയാണ് പനാമ കനാലിലൂടെ. ഇത് പൂർണ്ണമായിട്ടും അങ്ങനെ അധികം ആൾക്കാർ പോയിട്ടില്ല. കാരണം ഒന്നുകിൽ പകുതി വരെ അല്ലെങ്കിൽ പുറത്തു നിന്നിട്ട് ഇത് കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മള് പനാമ കനാലിലൂടെ പനാമ കനാലിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെ സ്വയം അനുഭവിച്ചുകൊണ്ടുള്ള മുന്നിൽ നിന്നുകൊണ്ട് പനാമനെ നമുക്ക് നയിക്കാം. കപ്പലിന്റെ ഡോക്കിൽ നിന്നിട്ട് ഈ കപ്പലിനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം പകലാണ് യാത്ര. അപ്പൊ മുഴുവനായിട്ട് നമുക്ക് ഈ 6 ലോക്കുകളിലൂടെയുള്ള ഈ യാത്ര ഈ പകൽ സമയത്ത് മുഴുവനായിട്ട് നമുക്ക് കാണാം. പനാമ കനാലിലൂടെയുള്ള സ്വപ്നതുല്യമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് കൊളംബിയയിലേക്കാണ്. കൊളംബിയയില് നമ്മളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? അത് കാർട്ടഗീന എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് പഴയ കാലത്തെ സ്പാനിഷ് ട്രഡീഷന്റെ ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്. ആ സിറ്റിയില് നമ്മുടെ സിറ്റി കാണുന്നത് അവിടുത്തെ വിന്റേജ് കാറിലാണ്. വിന്റേജ് കാറിൽ ആ ഒരു സ്പാനിഷ് എക്സ്പീരിയൻസിൽ ആ അമേരിക്കൻ വിന്റേജ് കാറിൽ നമുക്ക് ആ നഗരം മുഴുവൻ നമ്മൾ കാണും. അതൊരു യൂണിക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധാരണ ബസ്സിലൊക്കെയാണ് ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നത്. കൊച്ചു വിന്റേജ് കാർ. അതിനുശേഷമാണ് നമ്മള് നേരെ മയാമിയിൽ വന്നതിന് ശേഷം മയാമിയിൽ നിന്ന് നമ്മൾ പോകുന്നത് ക്യൂബയിലേക്കാണ്. ക്യൂബ ഞാൻ എന്റെ ദീർഘകാലത്തെ വിഷ് ലിസ്റ്റിൽ വരുന്ന ഒരു സ്ഥലമാണ്. ക്യൂബ പലതവണ ഞാൻ പ്ലാൻ ചെയ്തിട്ട് യാത്രകള് മുടങ്ങിപ്പോയിട്ടുണ്ട്. ക്യൂബയിലേക്ക് പോകുന്നതിന്റെ ഒരു ബേസിക് റീസൺ എന്നെ കാത്തിരിക്കുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സ്ഥലമുണ്ട്, പിന്നെ
ചെഗുവേരയുടെ സ്ഥലമുണ്ട്, ഫിഡൽ കാസ്ട്രോ. അങ്ങനെ നമ്മള് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളുള്ള സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ നമ്മള് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ക്യൂബൻ കരീബിയൻ റം, പിന്നെ ഹവാന ചുരുട്ടുണ്ടാക്കുന്നത്. അത് ഹവാന ചുരുട്ടുണ്ടാക്കുന്നതിന്റെ ഒരു ചെറിയ വിഷ്വല് നമ്മള് ഐക്കൺ ഓഫ് ദ സീസണിൽ പോയപ്പോ കണ്ടിരുന്നു. പക്ഷെ ഇതിന് പലതരത്തിലുള്ള മിത്തുകളും ഉണ്ട്. ചില ഏറ്റവും വില കൂടിയ ഹവാന ചുരുട്ട് സ്ത്രീകള് അവരുടെ കാലിൽ തുടയിൽ വെച്ചിട്ട് ആണ് ചുരുട്ടിയെടുക്കുക പഴയ രീതിയിൽ. അപ്പൊ അതൊക്കെ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും. നമ്മള് ഒരു ദിവസം മുഴുവനായിട്ട് പോകുന്നത് സാന്താക്ലാരയാണ്. സാന്താക്ലാരയാണ് നമ്മുടെ ഈ ചെഗുവേരയുടെ നാട്. ചെഗുവേരയുടെ കാര്യം, ചെഗുവേര ജനിച്ചത് അർജന്റീനയിലാണെങ്കിലും ഈ അദ്ദേഹത്തിന്റെ കൊളംബിയയില് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അദ്ദേഹം ബൊളീവിയയിലേക്ക് പോയി. ബൊളീവിയയിൽ പോയിട്ട് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ട് 30 വർഷങ്ങൾക്ക് ശേഷം 1997 അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 29 ഗറിലകളുടെയും കൂടിയുള്ള ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കുന്നു. അവിടെ ചെല്ലുമ്പോ എല്ലാവരും ലാൽസലം പറയുന്ന ഒരു വലിയൊരു സ്ഥലമാണ്. അപ്പൊ 3 ദിവസമാണ് നമ്മള് ഈ കരീബിയനിലെ ക്യൂബയിൽ നമ്മൾ ചെലവഴിക്കുന്നത്. അതുപോലെ അവിടുത്തെ സ്പാനിഷ് അവരുടെ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയില് അവരുടെ സ്പാനിഷ് നാവികന്മാര് പണ്ട് ഏകദേശം 18ാം നൂറ്റാണ്ടില് അവിടുത്തെ കോട്ടയുടെ വാതിലടയ്ക്കുന്ന വലിയൊരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങില് വലിയ പീരങ്കികളെ കമ്പടിയോടുകൂടി നാട്ടില് മുഴുവൻ ഞങ്ങൾ കോട്ടവാതിൽ അടച്ചുകൊന്ന് നാഴികര അറിയിക്കുന്ന പോലെ ഇന്നും അത് വലിയൊരു ഒരു ചടങ്ങായിട്ട് ഇന്നും അവിടെ ആ സിറ്റിയിലുകളുണ്ട്. അങ്ങനെ ഏകദേശം 3 ദിവസം ക്യൂബയും മുഴുവനായിട്ട് കാണിക്കുന്ന 19 രാത്രിയും 20 പകലും നീണ്ടു നിൽക്കുന്ന ഒരു സ്വപ്ന തുല്യമായ ഒരു യാത്രയാണ് നമ്മള് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ സീറ്റുകൾ വളരെ വേഗം എന്തായാലും ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു യാത്രയാണ്. ഒട്ടും സമയം പറയാൻ നമ്മളുണ്ടാവും. നമ്മളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും.